ഇത് എന്താണെന്നറിയാമോ? ഒരു കപ്പ കിട്ടിയതിനെ ഞാൻ മുറിച്ച് വെച്ചേക്കുവാണേ. കപ്പ ഒരു 3-4 ദിവസമായ കപ്പയാണ്, അതുകൊണ്ടാണ് അതിന് ആ നിറം. കുഴപ്പമില്ല. ഇത് ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു കപ്പ വറ്റലുണ്ടാക്കാനായിട്ട് ഞാൻ അരിയുവാണേ. ഇതുപോലെ നെടുകെ ഇങ്ങനെ 3ആയിട്ട് മുറിച്ച് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. കനം കുറച്ച്, തീരെ കനം കുറയ്ക്കണമെന്നില്ല. ഇതാണ്ടോ, ഇച്ചിരി കനമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, വറ്റലുണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മുറിച്ച് എല്ലാം ഒന്ന് അരിഞ്ഞ് എടുക്കാവേ. ഇതാണ്ടോ, അതിൻ്റെ നിറം 2-3 ദിവസമായ കപ്പ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 3ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതാണ്ടോ, ഇത്രയും ഇച്ചിരി കനം കൂടിയാലും കുഴപ്പമില്ല. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, ഇങ്ങനെ ഈ കനത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് നല്ലവണ്ണം കഴുകി ഒരു പാത്രത്തിലാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. നല്ലവണ്ണം കഴുകണം, ഇതിൻ്റെ കട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ലവണ്ണം കഴുകി ഒരു പാത്രത്തിലാക്കി നമുക്കിനി ഒന്ന് ഗ്യാസിലോട്ടൊന്ന് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് ഇപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ, തിളയ്ക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരല്പം ഉപ്പിട്ട് തിളപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകണ്ട, ഒന്ന് തിളച്ചാൽ മാത്രം മതി. 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. നമുക്കിതിനെ മാറ്റി ഇതിനെ ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് വാർത്ത്, വെള്ളം എല്ലാം വറ്റിച്ചിട്ട് വാർത്ത് നമുക്കെടുക്കാം. എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നുമില്ലാതെ നല്ലവണ്ണം വാർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇതിനെ ഒന്ന് തട്ടാവേ. തട്ടി ഇനി നമുക്ക് ഇതിൽ കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. ഒരുപാട് മസാലയൊന്നുമില്ല, കുറച്ച് മസാലകളെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായം, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ്, അല്ലാത്ത മുളക് പൊടിയായാലും കുഴപ്പമില്ല. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ മതി. നിറം കുറവുള്ളതാണെങ്കിൽ 1-1.25 സ്പൂൺ വരെ ഇടാം. നമുക്ക് ഇതിനോട്ടൊന്ന് തട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലരൊക്കെ ഇത് അവിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് തന്നെ ഇട്ട് എടുക്കും. പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതാണ്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ്ടോ, നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സവോളയൊക്കെ വാങ്ങുന്ന നെറ്റ് കിട്ടുമല്ലോ, അത് ഈ പാത്രത്തിലിട്ടിട്ട് നമുക്കൊന്ന് വെയിലത്തോട്ട് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. കാരണം ഇല്ലെങ്കിൽ കാക്കയൊക്കെ വീഴും. അതുകൊണ്ട് നമുക്കത് അതിനൊന്ന് വെയിലത്ത് കൊണ്ടുവന്ന് വയ്ക്കാവേ. നല്ല വെയിലുള്ള സമയമാണ്. ഒരു കസേരയോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു 3 ദിവസത്തെ ഉണങ്ങിയാൽ നല്ല അടിപൊളി കപ്പ വറ്റൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളും എല്ലാവരും ഇങ്ങനെ കപ്പ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കപ്പയായാലും മതി. ഓക്കെ.